രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1 നേരത്തെ പറഞ്ഞു. ക്ഷേത്രങ്ങളിലും വിശ്വാസികളുടെ വീടുകളിലുമൊക്കെ ഇനി മുതൽ രാമായണ പാരായണം നടക്കും. അപ്പോൾ നമുക്ക് ഇന്നൊരു അതിഥി ഒപ്പം ചേരുന്നുണ്ട്. അത് മറ്റാരുമല്ല, അമ്പലപ്പുഴയിൽ നിന്നുള്ള MLA ജി സുധാകരനാണ്. ശ്രീ ജി സുധാകരൻ, രാമായണ മാസ ആരംഭത്തിൽ ആശംസകൾ നേരുന്നു. അപ്പോൾ മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. രാമായണവുമായി ഏറെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ് താങ്കൾ എന്ന് നമ്മുടെ പ്രേക്ഷകർക്കും അറിയാം. രാമായണം ഓരോ മനുഷ്യനും ഓരോ തരത്തിലാണ് അനുഭവപ്പെടുക എന്ന് പറയാറുണ്ട്, വായിച്ചിട്ടുണ്ട്. താങ്കൾക്ക് രാമായണം എങ്ങനെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് ജീവിതത്തിൽ? ഓർമ്മയായ കാലം മുതൽ രാത്രിയിൽ രാമായണം വായിക്കുന്നത് കേട്ടാണ് ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും ഉറങ്ങിയിട്ടുള്ളത്. അച്ഛനാണ് രാമായണം വായിക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം രാത്രി വായിക്കും. ഒരു 8 മണി 8:30 മണിക്കായിരിക്കും വായിക്കുക, ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട്. അദ്ദേഹം അവിടെ ഒരു 4-5 പഞ്ചായത്തുകൾ അടങ്ങുന്ന മാവേലിക്കര, കരുനാഗപ്പള്ളി താലൂക്കുകളുടെ 4-5 പഞ്ചായത്തുകളിൽ അറിയപ്പെടുന്ന രാമായണ വായനക്കാരനായിരുന്നു. ആരെങ്കിലും ക്ഷണിച്ചാൽ ചടങ്ങിൽ രാമായണം വായിക്കും. രാമായണം വായിച്ച് അതിൽ നിന്ന് പണമുണ്ടാക്കുക എന്നുള്ള പരിപാടിയൊന്നുമില്ല. രാമായണം സൗജന്യമായിട്ട് വായിക്കും. ചില ദക്ഷിണ കൊടുക്കും, അന്നൊക്കെ ഒരു 10 രൂപയൊക്കെ, അത് ചിലപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അദ്ദേഹം രാമായണം വായിക്കുന്നത് വീട്ടിൽ നിത്യവും ഉണ്ടായിരുന്നതുകൊണ്ട് അത് കേട്ടിട്ടാണ് ഞങ്ങൾ വളർന്നത്. രാമായണം ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അത് മഹാകാവ്യങ്ങളിൽ ഒന്നാണ്. ഇപ്പോൾ ഗ്രീസിലെ അല്ല യൂറോപ്പിലെ ഡാൻ്റെയുടെ ഗ്രന്ഥങ്ങൾ പോലെ ഹോമറുടെ ഇലിയഡ്, ഒഡീസി എന്നതുപോലെ ഭാരതത്തെ സ്വാധീനിച്ച ഒരു മഹാഗ്രന്ഥമാണ് രാമായണം. ഇന്തോനേഷ്യ തുടങ്ങിയ മറ്റ് അയൽ രാജ്യങ്ങളിലും രാമായണമുണ്ട്. രാമായണം പലതരത്തിൽ, ഏതാണ്ട് 100-ലേറെ തരത്തിലുള്ള രാമായണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. നമ്മളിവിടെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ആധ്യാത്മ രാമായണമാണ് നമ്മളെ സ്വാധീനിച്ചിട്ടുള്ളതും നമ്മുടെ വീടുകളിലൊക്കെ വായിക്കുന്നതും നമ്മുടെ ചടങ്ങുകൾ വായിക്കുന്നതും. അപ്പോൾ രാമായണം കുട്ടിക്കാലം മുതലേ, അതായത് ഓർമ്മ വെച്ച കാലം മുതലേ കേട്ട് വളർന്നവരാകുന്ന തരത്തിൽ രാമായണം ഞാൻ മുഴുവൻ പലതവണ വായിച്ചിട്ടുണ്ട്. അത് നമുക്ക് സാമൂഹികമായി, രാഷ്ട്രീയമായി, യുദ്ധതന്ത്രപരമായി, ആധ്യാത്മികമായി പലതരത്തിലും നമുക്കതിനെ കാണാം, വ്യാഖ്യാനിക്കാം. അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു മഹാഗ്രന്ഥമായി രാമായണം ഇന്ത്യയുടെ സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. ആ രാമായണം മാസം ഇന്ന് ആരംഭിക്കുന്ന ദിവസം മാതൃഭൂമിക്ക് വേണ്ടി ഏതാനും അതിൻ്റെ ആദ്യ കാണ്ഡമായ ബാലകാണ്ഡത്തിൻ്റെ തുടക്കം മുതലുള്ള ഏതാനും വരികൾ വായിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി മാതൃഭൂമി ന്യൂസ് ഇവിടെ വന്ന് എന്നെക്കൊണ്ട് രാമായണം വായിപ്പിക്കാറുണ്ട്. ഇത്തവണയും അവരെ അതിനിവിടെ വന്നിരിക്കുകയാണ്. ഞാൻ മറ്റ് ചില ബിഗ് ടി വിയൊക്കെ എന്നോട് പറഞ്ഞു, ഞങ്ങൾ മാതൃഭൂമിക്ക് കൊടുത്തതുകൊണ്ട് ഇനി ഞാനത് രണ്ടാമതൊരു ചാനലിന് വേണ്ടി വായിക്കുന്നില്ല എന്ന് പറയുകയുണ്ടായി. അതാണ്. അപ്പോൾ വായിക്കാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും വായിക്കാമല്ലോ മാഡം? തീർച്ചയായിട്ടും സാർ, വായിക്കും. അധ്യാത്മരാമായണം തുഞ്ചത്തെഴുത്തച്ഛൻ, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ആദ്യകാണ്ഡം ബാലകാണ്ഡം. ഹരിശ്രീ ഗണപതായേ നമ, അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക ജയ, രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദരാമതാം തമ രാമ രാമ, ശ്രീരാഘവത്മ രാമ ശ്രീരാമ രമാപതി, ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ, കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ, വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ
വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. വാണിയിടുക നാരദമെന്നുടെ നാവുതന്മേൽ, വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ, നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്യുകയാണാകാനനെ യഥാകാനനെ ദിഗംബരൻ. വാരിജോദ്ഭവമുഖവാരിജവാശ്രയബാലെ, വാരസി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതി പദാവലി തോന്നണം കാലേ കാലേ. പാരാതസലക്ഷണം മേന്മേൽ മംഗലശീലേ, വൃഷ്ണുവംശത്തിൽ വന്ന് കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാവിശേഷിച്ചനുഗ്രഹിക്കണം. വിഷ്ണുജോത്ഭവ സുതനന്ദനപുത്രൻ ബാലൻ, വിഷ്ണുതാൻ തന്നെ വന്നു പിറന്നതബോധനൻ. വിഷ്ണുതൻ മായാഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. നാൻമറനേരായ രാമായണം ചമക്കയാൽ നാൻമുഖനുണ്ടിൽ ബഹുമാനത്തെ വളർത്തിയൊരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമവരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശൻ ഉമാവല്ലഭൻ മഹേശ്വരൻ, ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ, മാമകേ മനസ്സി വാണിയിടുവാൻ വന്ദിക്കുന്നേൻ. വാരിജോദ്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജ ശരാരാതി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണയ്ക്കേണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീനപാംസും ജയം മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ശോധനം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. ആധാരം നാനാ ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താൻ അരുൾ ചെയ്തു. വേദത്തിന് ആധാരഭൂതന്മാരായി കാണായൊരു ഭൂദേവപ്രബലന്മാർ തദ്വരശാപാദികൾ ധാതുശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദോജ്ഞത്വന്മാർ മഹാത്മ്യങ്ങളൊക്കെ ചൊല്ലാം. പാദസേവകനായ ഭക്തനാം ദാസൻ പാദജനജ്ഞാനിനാദ്യനായുള്ളൊരു ഞാൻ ദേവസംഹിതമായ മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാൻ വണ്ണം ചൊല്ലിയിടുന്നേൻ. വേദാന്ത വിദ്യകളെല്ലാം ചേതസ് തെളിഞ്ഞുണർന്നാവോളം തുണക്കേണം. സുരസംഹൃതിപതി തദനു സ്വാഹാപതി വരദൻ പിതൃപതി നിർത്തി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീ പ്രഥമഭൂതപതി ശ്രുതിവാക്യാത്മാ ദിനപതി ഖേടാനാം പ്രതി അഗതിയായുള്ളോരടിയൻ അനുഗ്രഹിക്കണം. അകമേ സുഖമേ അഗതിയായുള്ളോരടിയൻ അനുഗ്രഹിക്കണം. അകമേ സുഖമേ ഞാനീശം വന്ദിക്കുന്നേ. അഗ്രജന്മമ സതതം വിദുഷോത്തമഗ്രേസരൻ തൽ ഗുരുനാഥൻ അനേകാന്തവാസികളോടും ഉൾക്കൊരുന്തിങ്കൽ വാഴകതാന രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും. ശ്രീരാമായണം പുരാവിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ടില്ലത് ഭൂമി തന്നിൽ. രാമനാമത്തെ ജപിച്ചോരു കാട്ടാടൻ മുന്നും മാമുനിപ്രവരനായി വന്നത് കണ്ടു ധാതാഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമേ ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. വീണാപാണി ഉപദേശിച്ചു രാമായണം. വാണിയും ആത്മീയതൻ നാവിന്മേൽ വാണിയിടിനാൾ. വാണിയുടെ കൗവണ്ണമെൻ നാവിന്മേൽ ഏവം ചൊല്ലുവാൻ നാണമാകുന്നു താനുമതി. അതിനെന്താമതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയിൽ നിന്നതോർത്തും ചേതസ് സർവം ക്ഷമിച്ചിടുകയും കൃപയാലെ അധ്യാത്മപ്രതീകം അത്യന്തം രഹസ്യമേ അധ്യാത്മരാമായണം മത്യശാസ്ത്രപ്രോക്തം അധ്യയനം ചെയ്തിടും മറ്റു ജന്മികൾക്കെല്ലാം മുക്തിസിദ്ധിക്ക് വസന്നിത്യം ജന്മം കൊണ്ടേ ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവനത്രയും ചുരുക്കി ഞാൻ എൻ്റെ രാമമാഹാത്മ്യമെല്ലാം. ബുദ്ധിമത്തുക്കളായ ഒരു കഥ കേൾക്കുന്ന ആളിൽ ബദ്ധരാകിലും ഉടൻ മുക്തരായി വന്നുകൂടും. ധാത്രിഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതിദേവഗണം പ്രാർത്ഥിച്ച് ഭക്തിപൂർവ്വം സ്തോത്രം ചെയ്തത് മൂലം ലുഗ്നാബ്ദി മധ്യേ ഭോഗസത്വമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ. ധാത്രി മണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രി നിരവീരൻ ദശരഥനു തനയനായി. രാത്രിചാരികളായ രാവണാദികൾ നമ്മെ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ. ഓം രാമായണായ നമഃ.
വളരെ നന്ദി ശ്രീ ജി സുധാകരൻ. മാതൃഭൂമി ന്യൂസിനൊപ്പം ചേർന്ന് നമ്മുടെ പ്രിയ പ്രേക്ഷകർക്കായി ഇത്തരത്തിൽ ആദ്യ ദിനം രാമായണ പാരായണം നടത്തിയതിന് വളരെ നന്ദി. വളരെ നന്ദി. നമസ്കാരം.